ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്. സ്റ്റഫ്ഡ് കൈപ്പക്ക. സാധാരണ കൈപ്പക്ക നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എങ്ങനെ വേണമെങ്കിലും അത് കഴിക്കും. പക്ഷേ അതിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ കയ്പ്പാണ്. അപ്പോൾ ആ കയ്പ്പിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് കുറച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്കൊരു സ്നാക്കായിട്ടും അത് കഴിക്കാം. അതേപോലെ തന്നെ ഫുഡിൻ്റെ മീൻസ് ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പം കുറച്ച് സമയം നമ്മളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കയ്പ്പ് പോവാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം നന്നായിട്ടത് മിക്സ് ചെയ്യണം. ഞാൻ സാധാരണ മെഴുക്ക് പുരട്ടി ആയിട്ടാണ് വീട്ടിൽ ഞങ്ങളവിടെ വെക്കാറ് കേട്ടോ. ഇടയ്ക്ക് തേങ്ങ ഇടും, പക്ഷേ മെഴുക്ക് പുരട്ടി പച്ചച്ചോറിൻ്റെ കൂടെയൊക്കെ എനിക്ക് അത് മാത്രം കയ്പ മെഴുക്ക് പുരട്ടി മാത്രം കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പം ഇത് ഞാൻ ഇവിടെ ഈ ആന്ധ്രയിലാണ് ഇത് കണ്ടിട്ടുള്ളത്. വേറെ എവിടെയും നാട്ടിലും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെയാണ് ഞാൻ കണ്ടത്. എൻ്റെ കൊളീഗ് ഒരു ദിവസം കൊണ്ടുവന്നായിരുന്നു, ലഞ്ചിന് കൊണ്ടുവന്നപ്പോൾ കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ ആന്ധ്ര ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരിയോട് ഞാനൊന്ന് റെസിപ്പി ചോദിച്ചായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയാണ് പറഞ്ഞത്, അവരെ വീട്ടിൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ പറഞ്ഞതാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഞാൻ ഈ ചെയ്ത പോലെ പിഴിയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു നീര് വരും. അപ്പോൾ നമുക്ക് ആ കയ്പ്പ് ഒരു ചെറിയ പരിധി വരെ ആ സമയത്തും അത് പോയി കിട്ടും. ഈ കയ്പ നമുക്ക് നാട്ടിൽ കിട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല. നമ്മുടെ നാട്ടിൽ വലിയ കയ്പയാണ് കണ്ടത്. പക്ഷേ ഇവിടെ ഇവർ ഈ റെസിപ്പി ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനത്തെ കയ്പയും കിട്ടും. അപ്പം ഇതിൽ ചെയ്യാനാണ് കൂടുതൽ എളുപ്പം. നാട്ടിലെ കയ്പയാണെങ്കിൽ നമുക്കത് ഹാഫ് കട്ട് ചെയ്തിട്ട് നടു മുറിച്ചിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതാണ് കുറച്ചുകൂടി ഈസി കേട്ടോ. അവിടെ ആയാലും നമുക്കിപ്പോൾ അവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ ഉള്ള രീതിയിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയോ ഈ തട്ട് നോക്കണം, അത് മഞ്ഞപ്പൊടി പിടിച്ച് വെച്ചിട്ടാന്ന് തോന്നുന്നു. ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ നടു ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ സീഡ്സ് ഇല്ലേ, അത് മൊത്തത്തിൽ നമ്മൾ റിമൂവ് ചെയ്യുക. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റണം കേട്ടോ. ചിലർ വെള്ളത്തിലിട്ടിട്ട് അത് വേവിക്കും. പക്ഷേ വെള്ളത്തിലിട്ട് അതിനകത്ത് ഈ കയ്പ എന്ന് പറയുന്നത് വൈറ്റമിൻ സി റിച്ചാണ്. അപ്പോൾ വെള്ളത്തിലിട്ടത് വൈറ്റമിൻ സി വാട്ടർ സോളുബിൾ ആയതുകൊണ്ട് അത് നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാനിവിടെ സ്റ്റീം ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ സ്റ്റീമിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അധിക സമയം വെക്കാൻ പാടില്ല നമ്മൾ. അങ്ങനെയാകുമ്പോൾ വല്ലാതെ അത് വെന്തു പോവും. അപ്പുറത്ത് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, അത് വീഡിയോയിൽ അറിയാതെ ആയിപ്പോയിട്ടുണ്ട്, സോറി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാനിത് ഇഡ്ഡലി പാത്രത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് കിട്ടിയൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ആവി കയറ്റാൻ വെക്കുന്നത്. അധിക സമയം വെക്കാൻ പാടില്ല. ഒരു ആവി നമുക്ക് ഒന്ന് വരുന്ന വരെ മാത്രം അത് മീൻസ് വേവിച്ചാൽ മതി. ആവി വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കാം കേട്ടോ. അല്ലാന്ന് വെച്ചാൽ വല്ലാതെ അത് വെന്തു പോകും. ആവി വന്നിട്ടുണ്ട്. ഇതിപ്പം ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടി എനിക്ക് ആവി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറക്കാം. അതാ വെന്തിട്ടുണ്ട്. അധികം വേവാൻ പാടില്ല കേട്ടോ. ആവി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫാക്കുക. കയ്പയ്ക്ക് അധികം വേവില്ല. ഇനി നമുക്ക് കുഞ്ഞുള്ളി എടുക്കാം. കുഞ്ഞുള്ളി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്. ഞാൻ രണ്ടും മിക്സ് ചെയ്തതാണ്. വെളുത്തുള്ളിയും കുറച്ച് എടുക്കാം. ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണമെന്നില്ല, ചെറിയുള്ളി ആയാലും മതി. ചെറിയുള്ളിയാണ് ടേസ്റ്റ്. സവാളേനെക്കാട്ടും കുഞ്ഞുള്ളി എടുക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്യുക, കുഞ്ഞതായിട്ട് അരിയുക. വലിയ കഷ്ണമാക്കരുത്, കുഞ്ഞതായിട്ട് അരിയുക. അതേപോലെ തന്നെ വെളുത്തുള്ളി രണ്ടും കൂടി ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം. പക്ഷേ എനിക്ക് ആദ്യം എപ്പോഴും വെളുത്തുള്ളി ആ എണ്ണയിൽ കിടന്ന് വെന്തിട്ട് ആ ഒരു ഫ്ലേവർ മൊത്തത്തിൽ കിട്ടാൻ വേണ്ടി ആദ്യം ഞാൻ എപ്പോഴും വെളുത്തുള്ളി എന്ത് കുക്ക് ചെയ്യാണ്, ഇപ്പം ഏത് കറി വെളുത്തുള്ളി ഇട്ട് കുക്ക് ചെയ്യുകയാണെങ്കിലും ആദ്യം ഞാൻ വെളുത്തുള്ളി എണ്ണയിലിട്ട് നന്നായിട്ട് മീൻസ് ഫ്രൈ ചെയ്യും. കാരണം എന്നാൽ ആ എണ്ണയിൽ മൊത്തം വെളുത്തുള്ളിയുടെ രുചി പിടിക്കും. എനിക്ക് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്ത ആൾക്കാർ വെളുത്തുള്ളി ഇടണമെന്നില്ല, ചെറിയുള്ളി മാത്രം എടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു പാകം ആയിക്കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. കുക്കിംഗ് അറിയുന്ന ആൾക്കാരാണല്ലോ ഇത് കുക്ക് ചെയ്യുക. അപ്പോൾ ഏകദേശം പാകമായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുഞ്ഞുള്ളി ഇടാം കേട്ടോ. ഈ ചെറിയുള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ഈ സവോളേനെക്കാട്ടും ആക്ച്വലി ചെറിയുള്ളിയുടെ രുചിയാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇടാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മാക്സിമം ചെറിയുള്ളി തന്നെയാണ് ഇടാറ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക്
നമുക്ക് ഈ ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട്, വാടുക എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ നിങ്ങൾ പറയുക, ഞങ്ങൾ വാട്ടുക എന്നാണ് പറയുക. പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇടുന്നത് നല്ലതാണ്. അധികം ഇടാൻ പാടില്ല. ഓൾറെഡി നമ്മൾ കയ്പയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഉപ്പ് ഇഷ്ടമുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് നമുക്ക് ഈ വഴറ്റി കിട്ടും. ഓരോരുത്തർ ഓരോ തരത്തിലല്ലേ കുക്ക് ചെയ്യുക. ശരിക്കും ഈ ചെറിയുള്ളിയും കുഞ്ഞുള്ളിയും പിന്നെ ഞാൻ ഈ കറിവേപ്പിലയും ഒരുമിച്ച് വഴറ്റിയാൽ മതി. പക്ഷെ എനിക്കെന്തോ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം. കുഞ്ഞുള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. വഴണ്ട് എന്നല്ലേ പറയുക. എന്തായാലും ഞാൻ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. കളറ് മാറിയിട്ടുണ്ട്. കുറച്ച് നന്നായിട്ടത് സോഫ്റ്റ് ആവണം. ഇല്ലയെന്ന് വെച്ചാൽ ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അത് ചെയ്യാം. പക്ഷെ എനിക്കങ്ങനെ ഉള്ളി വല്ലാതെ കടിക്കുന്നത് ഇഷ്ടമല്ല. ഇതിന് ആക്ച്വലി ഉള്ളി നന്നായിട്ട് നമുക്ക് വഴറ്റി എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ സമയം വെച്ച് അതിൻ്റെ കളറ് ഏകദേശം മാറുന്ന വരെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പൊടി ആക്ച്വലി ഞാൻ മുമ്പേ ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മുളക് പൊടി ഇടുകയാണ്. ആവശ്യത്തിന് ഇടുക. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഇടാം കേട്ടോ. ഇപ്പം എരിവ് അധികം വേണ്ടാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടി ഇടാം. ഞാൻ ഇവിടെ സാധാരണ എനിക്ക് എരിവ് വേണം, അതുകൊണ്ട് സാധാരണ മുളക് പൊടിയാണ് ഇട്ടത്. മല്ലിപ്പൊടി എന്ന് പറയുന്നത് ഫുഡിന് ടേസ്റ്റ് കൊടുക്കുന്നൊരു സാധനമാണ്. അപ്പോൾ മല്ലിപ്പൊടി നിർബന്ധമായിട്ട് ഇടുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലല്ലോ. മഞ്ഞൾപ്പൊടി ഇടുക. ഇനി നമുക്ക് കടലമാവാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ കടലമാവ് പുറത്തുനിന്ന് മേടിച്ചതാണ്. വീട്ടിലുണ്ടാക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. കടലമാവ് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ. ചിലരത് ആഡ് ചെയ്യില്ല എന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ കൊളീഗ് അത് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടിയത് കൊണ്ടാണ് ഞാനത് ചേർക്കുന്നത്. അപ്പം ഇത് നമ്മൾ ചേർക്കുമ്പോൾ കുറച്ചൊന്ന് കട്ടിയാവും കേട്ടോ. നിങ്ങൾ നോൺ സ്റ്റിക്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ നോൺ സ്റ്റിക്ക് അല്ല, അലുമിനിയം ചീനച്ചട്ടിയാണ് എടുത്തത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ചേർക്കാൻ പോവുകയാണ്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എണ്ണയൊക്കെ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കടലമാവ് ചേർത്തപ്പോൾ കുറച്ച് കൂടുതൽ ഡ്രൈ ആയി, അതുകൊണ്ടാണ്. എണ്ണ എനിക്കധികം, ഞാനൊരു ഡയറ്റീഷ്യനാണ്, അതുകൊണ്ട് അധികം എണ്ണ ഞാൻ മാക്സിമം കുറയ്ക്കും. പക്ഷെ നമുക്ക് വല്ലാതെ അങ്ങ് ഒഴിവാക്കാനും പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ വല്ലാതെ അടിയിൽ കണ്ടില്ലേ, ഇതിങ്ങനെ അലൂമിനിയം ആയതുകൊണ്ട് അടിയിൽ പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്തത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഓപ്ഷനാണ്. ചേർക്കണോ, എണ്ണ കൂടുതൽ ചേർക്കണേ ചേർക്കാം. അതല്ല ഞാൻ ചെയ്ത പോലെ വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം. അടുത്തത് ഞാൻ ആ പറഞ്ഞ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി അത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് കുറച്ച് കൂടുതൽ ചെയ്ത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും റെസിപ്പിയിലേക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ ആ പൊടി ഇടയ്ക്ക് ഈ ആന്ധ്ര ഫുഡ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അവർ പല ഫുഡിലും പല ഇതേപോലെ റെസിപ്പീസിലും അവരത് ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്, നല്ല ഫ്ലേവർ കൊടുക്കും. എന്ന് വെച്ചാൽ അതിനകത്ത് ഈ മല്ലി, പിന്നെ ജീരകം, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. വെള്ളം ഞാൻ പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വല്ലാതെ ഡ്രൈ ആയി പോകുന്നുണ്ടായിരുന്നു, അടിയിൽ വല്ലാതെ പിടിക്കുന്നുണ്ടായിരുന്നു. അടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ആ പൊടി ചേർക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സ്മെല്ല് വരും. ഈ ജീരകം, മല്ലി, പിന്നെന്താ കടുക്, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാൻ മേലെ കൊടുക്കാം കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നു, പുളിഹോറ എന്ന് വെച്ചാൽ പുളിസാദല്ലേ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതലായപ്പോൾ ഞാനത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനം എനിക്കിഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതിപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ആഡ് ചെയ്യാമല്ലോ. ഇനി നമുക്ക് നേരത്തെ ആ ആവി കയറ്റി വെച്ച കയ്പയിലേക്ക് ഈ ഒരു മിക്സ് നന്നായിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുള്ളിൽ നന്നായിട്ട് വൃത്തിയാക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സീഡ് ഉണ്ടാവില്ലേ, കുരു,
അപ്പോൾ അതിന് ഷെല്ലിന് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലേ നമ്മൾ കഴിക്കുമ്പം അതിങ്ങനെ കടിക്കും. അതെൻ്റെ ആ ഫുഡ് കഴിക്കുമ്പോഴുള്ള ആസ്വാദനത്തിനെ ബാധിക്കുന്നത് കൊണ്ട് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതല്ല ആ സീഡ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് അവിടെ വെക്കുകയും ചെയ്യാം. പക്ഷേ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മിക്സ് നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ നന്നായിട്ട് മീൻസ് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അകത്ത് കുറച്ചൊന്ന് പൊന്തി നിന്നാലും കുഴപ്പമില്ല. ഞാനിത് കയ്പ്പ് എനിക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്ത ഉള്ളി കുറച്ച് കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കും ഞാൻ ഒന്ന് പിശുക്കിയിട്ടാണ് ചെയ്തത്. നന്നായിട്ട് സ്റ്റഫ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കണ്ടൻറ്റ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റും കൂടും കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണേൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, എണ്ണ ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ടോ എന്ന് പറയുന്നുണ്ട്, സോറി, ഞാൻ മാറ്റാൻ ശ്രമിക്കാം. എന്താ വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണയിൽ എൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ, എനിക്ക് ഒരു നാട്ടിൽ ഉള്ള ഏതെങ്കിലും ഒരു റെസിപ്പി ഞാൻ കാണുകയാണെങ്കിൽ അത് അവർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ, മീൻസ് അവരുണ്ടാക്കുന്ന ആ ഇൻഗ്രീഡിയൻസ് തന്നെ ഉപയോഗിക്കണം. ഇതിപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക വെച്ചാൽ നമ്മളെ നാട്ടിലെ ടേസ്റ്റ് കിട്ടും. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തത് ഇതാണ്. ഈ തവണ ഞാൻ റൈസ് ബ്രാനാണ് വാങ്ങിച്ചത്. റൈസ് ബ്രാൻ ഓയിലും സോയാബീൻ ഓയിലും മിക്സ് ചെയ്തിട്ടുള്ളൊരു ഓയിൽ, ഒരു കോംബോ ഓയിലാണ് കേട്ടോ. അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ ആ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. വെളിച്ചെണ്ണയിൽ ചെയ്യാൻ ഈ ഓയിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യാം. പിന്നെ എണ്ണ ഇവിടെ ഞാൻ മാക്സിമം കുറച്ചതാണ്. കൂടുതൽ ഒന്ന് ക്രിസ്പി ആവണം എന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ യൂസ് ചെയ്യാം. എണ്ണ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാക്സിമം കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ വല്ലാതെ അത് ക്രിസ്പി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും. നമുക്ക് ഇങ്ങനെ ആ ഒരു സോഫ്റ്റ്നെസ് വേണം. അതുകൊണ്ട് ഡീപ് ഫ്രൈ ഒരിക്കലും ചെയ്യരുത്. ഇതേപോലെ ഈ ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ വേണ്ട ആൾക്കാർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് അതിൻ്റെ ആ ഒരു നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല ഈ ഒരു റെസിപ്പിക്ക്. അതുകൊണ്ട് ഈ നാട്ടിൽ അവർ യൂസ് ചെയ്യുന്ന എണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് സ്നാക്കായിട്ടും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. ദാലിൻ്റെ കൂടെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആണ് കേട്ടോ. അതല്ല നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന കറിയുടെ കൂടെയും കഴിക്കാം. ഞാൻ കഴിച്ചത് തൈരിൻ്റെ കൂടെ ആയിരുന്നു ഇത് ഉണ്ടാക്കിയപ്പോൾ കഴിച്ചത്. കഴിഞ്ഞ തവണ ഞാൻ ദാലിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ട്. തൈര് പറയുമ്പോൾ സാധാരണ നമ്മൾ തൈരും ചോറും, പിന്നെ അതിൻ്റെ കൂടെ ഇത് ജസ്റ്റ് ഇങ്ങനെ നുള്ളിക്കൂട്ടി നല്ല ടേസ്റ്റാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.